ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള ഒരു ബ്ലൈൻഡ് ബാഗാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ആദ്യം ഒരു A4 ഷീറ്റ് എടുത്ത് ഇതുപോലെ രണ്ടായി മടക്കണം. ക്രിസ്മസ് തീമിലുള്ള ഏതെങ്കിലും ഒരു ചിത്രം അതിൻ്റെ ഒരു ഭാഗത്ത് വരച്ചു കൊടുക്കാം. മുകളിലായിട്ട് ക്രിസ്മസ് ബ്ലൈൻഡ് ബാഗ് എന്നുകൂടി എഴുതി കൊടുക്കണം. ഞാനിവിടെ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ചിത്രമാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. അതിനെന്നിട്ട് കളർ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് അക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നോർമൽ സ്കെച്ച് പെന്നോ അല്ലെങ്കിൽ കളർ പെൻസിലോ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. സത്യം പറഞ്ഞാൽ ഈ ബ്ലൈൻഡ് ബാഗ് എന്താണെന്ന് പോലും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ കമൻറ്റ് ബോക്സിൽ ഒരു കുട്ടി ബ്ലൈൻഡ് ബാഗ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോഴാണ് ഇതിനെപ്പറ്റി സെർച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അങ്ങനെ പിൻട്രസ്റ്റിലും യൂട്യൂബിലും ഒക്കെ കുറേ സെർച്ച് ചെയ്തതിന് ശേഷമാണ് ഈ ബ്ലൈൻഡ് ബാഗ് എന്താണെന്ന് മനസ്സിലായത്. സംഭവം നമ്മുടെ കിൻഡർ ജോയുടെ ഒരു ഹാൻഡ് മെയ്ഡ് വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞാൻ വരച്ചതിന് മുഴുവനും പെയിൻ്റൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് മുകളിലായിട്ട് മേരി ക്രിസ്മസ് ബ്ലൈൻഡ് ബാഗ് എന്നുകൂടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എല്ലാത്തിനും കൂടെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളിതൊരു കവർ പോലെ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് മുകൾ ഭാഗം ഒഴികെ ബാക്കി രണ്ട് വശത്തും ഇതുപോലെ സെല്ലോ ടേപ്പ് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കണം. രണ്ട് ഭാഗത്തുനിന്ന് ബാക്കിലോട്ട് ആവുന്ന രീതിയിൽ വേണേൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാത്രമേ നമുക്ക് കവർ പോലെ ആയിട്ട് കിട്ടുള്ളൂ. ലാസ്റ്റ് ഗിഫ്റ്റൊക്കെ ഇട്ടതിന് ശേഷം മാത്രമേ മുകളിലത്തെ ഭാഗം നമുക്ക് ക്ലോസ് ചെയ്യേണ്ടതുള്ളൂ. ബ്ലൈൻഡ് ബാഗിൽ ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള ഗിഫ്റ്റൊക്കെ കിട്ടുമേ. അത് ബാക്ക് ഭാഗത്താണ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതൊക്കെ ബാക്ക് സൈഡിലാണ് കൊടുക്കുന്നത്. ഞാനിവിടെ 4 തരത്തിലുള്ള കാറ്റഗറീസാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് കോമൺ, പിന്നെ റെയർ, എപ്പിക് ആൻഡ് ലെജൻഡറി. ഇത് ഓരോന്നും ഡിഫറെൻറ്റ് കളർ യൂസ് ചെയ്തിട്ടാണ് എഴുതി കൊടുക്കേണ്ടത്. ഇവിടെ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. കോമൺ എന്ന് എഴുതുമ്പോൾ O മാറിയിട്ട് E ആയി പോയിട്ടുണ്ട്. പിന്നെ അവസാനം വൈറ്റ്നറൊക്കെ വെച്ചിട്ടാണ് ഇത് കറക്റ്റ് ചെയ്തത്. ലാസ്റ്റായിട്ട് റൈറ്റ് സൈഡിൽ ബാർകോഡ് പോലെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അതെന്തിനാണ് ചെയ്യുന്നതെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ കണ്ട വീഡിയോസിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാനും ചെയ്തു. പൊതുവേ ഈ ബ്ലൈൻഡ് ബാഗിൻ്റെ ഉള്ളിൽ സ്ക്വീഷീസാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും സ്ക്വീഷിയാണ് ഉണ്ടാക്കുന്നത്. ഒരു വെറൈറ്റി സ്നോമാൻ്റെ സ്ക്വീഷിയാണ് ഉണ്ടാക്കുന്നത്. ഇതും പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു പിക്ചറാണ്. അതിനും ഫുള്ളായിട്ട് ഞാൻ കളർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സ്പീഷീസ് 2 തരത്തിൽ ചെയ്യാം കേട്ടോ. ഒന്ന് പിക്ചറിൻ്റെ അതേ ഷേപ്പിൽ മുറിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ പഞ്ഞ് വെച്ചിട്ട് നമുക്ക് ഒട്ടിക്കാം. രണ്ടാമത്തത് നമ്മൾ ആദ്യം ഒരു പിക്ചർ വരച്ച് പിന്നെ അത് സ്ക്വയർ ഷേപ്പിലോ അല്ലെങ്കിൽ ട്രയാങ്കിൾ ഷേപ്പിലോ വെട്ടിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ പഞ്ഞ് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ സെക്കൻഡ് മെത്തേഡിലാണ് ചെയ്യുന്നത്. സ്ക്വയർ ഷേപ്പിലാണ് വെട്ടിയെടുക്കുന്നത് ഈ പിക്ചർ. ഇതുപോലുള്ള ഒരു പേപ്പർ കൂടെ വേണം ഇതിനടിയിലായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 2 പേപ്പറും സെല്ലോ ടേപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആദ്യം ചെയ്ത് അതേ രീതിയിൽ തന്നെ ഒരു പാക്കറ്റ് പോലെ ആക്കിയെടുക്കണം. മുകൾ വശത്തൂടെ പഞ്ഞി നിറക്കേണ്ടതുകൊണ്ട് തന്നെ അത് ക്ലോസ് ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. പഞ്ഞിയൊക്കെ നിറച്ചതിന് ശേഷം മാത്രം അവിടെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ക്ലോസ് ചെയ്താൽ മതി. പഞ്ഞി നിറയ്ക്കുമ്പോൾ നന്നായിട്ട് തന്നെ നിറച്ചുള്ളൂ കേട്ടോ, ഒട്ടും കുറവ് വരുത്തണ്ട. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് സ്ക്വീഷി ആയിട്ട് കിട്ടുള്ളൂ. മുഴുവനായിട്ട് പഞ്ഞിയൊക്കെ നിറച്ചതിന് ശേഷം മുകളിലത്തെ ഭാഗം കൂടി സെല്ലോ ടേപ്പ് വെച്ച് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഈ സ്ക്വീഷി മുഴുവനായിട്ട് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുന്ന ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ടായിരുന്നേ, ഞാനത് വിട്ടുപോയതാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ അതുകൂടെ ചെയ്തോളൂ. ഇനി അത് ചെയ്തില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു സ്ക്വീഷ് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ 2 കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്ത അതേ മെത്തേഡിൽ തന്നെ. ഒന്ന് ഈ സ്ക്വീഷ് ഇടാനും ഒന്ന് ഞാൻ എക്സ്ട്രാ ഒരു ഗിഫ്റ്റ് കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അതിടാനും വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് പാക്കറ്റിൽ സ്ക്വീഷ് ഇട്ട് അതിൻ്റെ മുകൾ ഭാഗം ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സെക്കൻഡ് ഗിഫ്റ്റായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് ഇതുപോലൊരു ക്രിസ്മസ് ട്രീ വരച്ച് കളർ കൊടുത്തിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതും പിന്നെ അതിലൊട്ടിക്കാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള കുറച്ച് സ്റ്റിക്കേഴ്സുമാണ്. ഇത് രണ്ടും വേറൊരു കവറിലിട്ടിട്ട് ക്ലോസ് ചെയ്തെടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ട് തന്നെ 2ൻ്റെ മുകളിലും വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഏത് ഭാഗത്താണോ കട്ട് ചെയ്യേണ്ടത് ആ ഭാഗത്തൂടെ ഡോട്ടഡ് ആയിട്ട് ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലൊരു ചെറിയ പേപ്പർ എടുത്ത് അതിൽ ഏത് കാറ്റഗറിയിലുള്ള ഗിഫ്റ്റാണ് നമുക്ക് കിട്ടിയെന്നുള്ളതാണ് എഴുതി കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ യു ഗോട്ട് എന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് ഉള്ളിൽ ഏത് കാറ്റഗറിയിലുള്ള ഗിഫ്റ്റാണെന്നും കൂടെ മെൻഷൻ ചെയ്യാം. അങ്ങനെ ഇത് ബ്ലൈൻഡ് ബാഗിൽ വേണ്ട ഐറ്റംസൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി എല്ലാം ഈ ബാഗിലിട്ടിട്ട് ക്ലോസ് ചെയ്തെടുക്കണം. ഈ ബാഗിൻ്റെ ഉള്ളിൽ കൊള്ളുന്ന തരത്തിലുള്ള വലിപ്പത്തിലേ നമ്മൾ ഐറ്റംസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പാടുള്ളൂ. പ്രത്യേകിച്ച് സ്ക്വീഷി അതധികം വലുതായി കഴിഞ്ഞാൽ ഈ ബാഗിൻ്റെ ഉള്ളിൽ കൊള്ളാതെ പോകും. അങ്ങനെ എല്ലാ ഐറ്റംസും ബാഗിൻ്റെ ഉള്ളിലിട്ടിട്ട് നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ആ ബാഗ് ക്ലോസ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഇത് ബ്ലൈൻഡ് ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഷോർട്സ് ആയിട്ട് കൊടുക്കാവേ, അതുകൂടി ഒന്ന് കണ്ടു നോക്കണേ.
ഇത് അത്യാവശ്യം ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാവേ, അടിപൊളിയായിട്ടാണ്.